ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മൾ ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു. ഇത് കബീർ കി സാഖി ചാപ്റ്റർ 1 സ്റ്റാൻഡേർഡ് 10ലെ ഫസ്റ്റിലെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ നമ്മൾ ഓഥറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഹു ഈസ് ദ ഓഥർ? കബീർ കി സാഖി കബീർ ദാസ്. പിന്നെ അദ്ദേഹം ജനിച്ചത് ലഹർതാര, കാശിയിലാണ് ജനിച്ചത്. അദ്ദേഹം മരിച്ചത് മഗഹർ, ഉത്തർപ്രദേശിലാണ് അദ്ദേഹം മരിക്കുന്നത്. സോ അപ്പോൾ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ സാഖി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് സാഖി? സാഖി മീൻസ് സാക്ഷി. സാക്ഷി മീൻസ് പ്രത്യക്ഷ ജ്ഞാനാണ്. അതായത് നമ്മൾ കാണുന്ന, എന്താണ് നമ്മൾ കാണുന്നത്, സ്പഷ്ടമായിട്ട് കാണുന്നത്, അത് ആ അറിവിനെയാണ് നമ്മൾ സാഖി എന്ന് പറയുന്നത്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ നോളജ് വിച്ച് ഈസ് അക്വേർഡ് ത്രൂ എക്സ്പീരിയൻസ്, അതായത് അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുന്ന നോളജിനെയാണ് സാഖി എന്ന് പറയുന്നത്. അതായത് കബീർ ദാസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ടാണ് അദ്ദേഹം കാണുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിട്ടില്ല, ഹി വാസ് ഇല്ലിറ്ററേറ്റ്. അദ്ദേഹം പഠിത്തമൊന്നും ഇല്ലാത്ത, എഴുതാനും വായിക്കാനും അറിയാൻ വയ്യാത്ത ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ് ഇതൊക്കെ എല്ലാം എഴുതിയത്. അതുകൊണ്ട് ദാറ്റ്സ് വൈ സാഖി കണ്ടെയ്ൻ സോ മെനി ലാംഗ്വേജസ് ലൈക്ക് അവധിയുണ്ട്, രാജസ്ഥാനി, ഭോജ്പുരി, പഞ്ചാബി, ഇങ്ങനെയുള്ള ഭാഷകളെല്ലാം അദ്ദേഹം എല്ലാ ദോഹ മീനിങ് ഒരു പോയമിൽ 2 വരി വരുന്നതിനെയാണ് നമ്മൾ ദോഹ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഇസ് സാഖി. ഓക്കെ, സോ ലെറ്റ് us go to first. ऐसी बाणी बोलिए मन का आपा खोई, अपना तन शीतल करे औरन कै सुख होई. ऐसी बाणी बोलिए मन का आपा खोई, अपना तन शीतल करे औरन कै सुख होई. बाणी meaning boli. Okay, here boli, this one. Then apa meaning aham, ahankar. खोई meaning त्याग करना, त्यजिക്കുക. शीतल meaning ശീതൽ, ठंड, अच्छा, തണുപ്പ്. ഇവിടെ അച്ഛ എന്നുള്ള അർത്ഥം എടുത്താൽ മതി, അത് ശീതലിൻ്റെ. then औरन meaning दूसरों को, മറ്റുള്ളവർക്ക്. होई होना. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ऐसी बाणी बोलिए मन का आपा खोई. അതിൻ്റെ എഴുതുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമേ പ്രസംഗം എഴുതിയിരിക്കണം. പ്രസംഗം മീൻസ് ഇൻട്രൊഡക്ഷൻ ആണ്. ഈ വരി ആരെഴുതി, ഏത് ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ പ്രസംഗിൽ എഴുതുന്നത്. അതായത് പ്രസ്തുത സാഖി ഹമാരി ഹിന്ദി പാഠ്യപുസ്തക് സ്പർശ് സെ ലീ ഗയി ഹെ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സാഖി നമ്മുടെ ഹിന്ദി പുസ്തകമായ സ്പർശിൽ നിന്നും എടുത്തിരിക്കുന്നു. ഈ സാഖിക്ക് കവി കബീർ ദാസ് ജി ഹെ. ഈ സാഖിയുടെ കവി ആരാണ്? കബീർ ദാസ് ആണ്. इसमें कबीर ने मीठी बोली बोलने और दूसरों को सुख न देने की बात कही है. ഈ 2 വരികളിൽ, മേൽ പറഞ്ഞിരിക്കുന്ന 2 വരികളിൽ കബീർ പറയുന്നത് മീഠി ബോലി ബോൽനെ और दूसरों को सुख देने, നല്ല മധുരമായി സംസാരിക്കുക, മറ്റുള്ളവരുടെ മനസ്സിന് ദുഃഖം കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതെ നമ്മൾ സംസാരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ് കംസ് ഇൻട്രൊഡക്ഷൻ. അതായത് ഇതിനെ നമ്മൾ വ്യാഖ്യ എന്ന് പറയും. പ്രസംഗമാണ് ഇൻട്രൊഡക്ഷനും, വ്യാഖ്യ കണ്ടന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നു. इसमें कबीर दास जी कहते हैं. तो कबीर दास जी कहता है തെറ്റാണ്, कहते हैं എന്ന് തന്നെ എഴുതുക. കാരണം കബീർ ദാസ് ഈസ് എ റെസ്പെക്റ്റബിൾ പേഴ്സൺ, അതുകൊണ്ട് कहते हैं कि हमें अपने मन का अहंकार त्याग कर ऐसी भाषा का प्रयोग करना चाहिए जिसमें हमारा अपना तन मन भी स्वस्थ रहे और दूसरों को भी कोई कष्ट न हो, अर्थात दूसरों को भी सुख प्राप्त हो.
तो इसमें कबीरदास जी कहते हैं, കബീർദാസ് പറയുന്നു, ഹമേ അപ്നെ മൻ കാ അഹങ്കാർ ത്യാഗ് കർ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിലെ അഹങ്കാരം ത്യജിക്കണം. എന്നിട്ട് ഐസി ഭാഷാക്ക പ്രयोग करना चाहिए, നമുക്ക് അപ്രകാരമുള്ള ഭാഷയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. വി ഷുഡ് സ്പീക്ക് സ്വീറ്റ്ലി എന്നുള്ളതാണ്. ജിസ്മേ ഹമാര അപ്ന തന്മൻ, അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ തൻ ശരീരവും, മൻ മീനിങ് മനസ്സ്, മനസ്സും ശരീരവും എന്താണ്, ആരോഗ്യമുള്ളതായിരിക്കും. ഓർ ദൂസറോ കോ ഭി കോയി കഷ്ടന, മറ്റുള്ളവർ കേൾക്കുന്നവർക്കും ഒരു വിഷമവും ഉണ്ടാവരുത്. അതായത് അർത്ഥാത് മീനിങ് ദാറ്റ് മീൻസ് ദൂസറോ കോ ഭി സുഖ് പ്രാപ്ത് ഹോ, മറ്റുള്ളവർക്ക് സുഖം ഉണ്ടാവും അല്ലെങ്കിൽ സുഖം ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഈ രണ്ട് വരിയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് सेकेंड वन, कस्तूरी कुंडली बसे मृग ढूंढे वन माही, ऐसे घटी घटी राम है दुनिया देखे नाही. കസ്തൂരി, കസ്തൂരി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫ്രാഗ്നൻറ്റ് തിങ്. ഫ്രാഗ്നൻറ്റ് നല്ല മണമുള്ള ഒരു സാധനമാണ് കസ്തൂരി എന്ന് പറയുന്നത്. കുണ്ടലി, കുണ്ടലി ഹിയർ ഇറ്റ് ഈസ് റിട്ടൺ നാഭി, നാഭി. ഓക്കെ, നാഭി മീൻസ് അമ്പലിക്കൽ കോഡ് എന്നൊക്കെ പറയും, പുക്കിൾ എന്ന് പറയും, നാഭി. ഓക്കെ, ദെൻ മൃഗ്, ദിസ് വൺ മൃഗ്, മൃഗ് ഹിരൺ, നമ്മുടെ മൃഗം അല്ല, മൃഗ് മീനിങ് ഹിരൺ, ഡിയർ. ഘട്ടി ഘട്ടി മീനിങ് കൺ കൺ, ഒരു കൺ കൺ മീനിങ് ഈറ്റ് സെൽസ് എന്നുള്ള അർത്ഥമാണ്, ഈറ്റ് സെൽസ്. അപ്പോൾ ഇതാണ് കസ്തൂരി കുണ്ടലി ബസൈ മൃഗ് ढूंढे वन माही, ऐसे घटी घटी राम है दुनिया देखे नाही. അപ്പോൾ സെയിം അതേപോലെ മറ്റ് ഫസ്റ്റ് സാഖിയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ദോഹയിൽ നമ്മൾ എഴുതിയതുപോലെ തന്നെ ഈ രണ്ട് വരി അതുപോലെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സാഖിയുടെ ഒരു അർത്ഥം നമ്മളൊന്ന് എഴുതുന്നു. ഓക്കെ, സോ ഇസ്മേ കബീർ कहते, ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ വായിക്കുന്നില്ല, കാരണം കഴിഞ്ഞ സാഖിയിൽ എഴുതിയതുപോലെ എഴുതുക. എന്നിട്ട് ഇവിടെ इसमें कबीर कहते हैं कि संसार के लोग कस्तूरी हिरण की तरह हो गए हैं. അതായത് संसार के लोग, संसार के लोग ഈ ലോകത്തുള്ള ആൾക്കാർ കസ്തൂരി ഹിരൺ പോലെ ആയി. കസ്തൂരി ഹിരൺ കുറിച്ച് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. की तरह हो गए हैं, जिस तरह हिरण कस्तूरी प्राप्ति के लिए इधर उधर भटकता है. എങ്ങനെയാണോ ഹിരൺ ഒരു കസ്തൂരി കിട്ടാൻ വേണ്ടി അങ്ങും ഇങ്ങും ഒക്കെ കറങ്ങി നടക്കുന്നത്, അതേപോലെ ഉസീ തരഹ് ലോഗ് ഭി ഈശ്വർ പ്രാപ്തി കെ ലിയെ ഭട്ടക് രഹേ ഹൈ. അങ്ങനെ തന്നെയാണ് ജനങ്ങൾ, ആൾക്കാർ, ലോഗ് മീനിങ് ആൾക്കാർ, ആൾക്കാരും എന്താണ്, ഈശ്വരനെ കിട്ടാൻ വേണ്ടി അങ്ങും ഇങ്ങും കറങ്ങി നടക്കുന്നു. ഭട്ടക് രഹേ ഹൈ മീനിങ് ദേ ആർ വാണ്ടറിങ് ഹിയർ ആൻഡ് ദേർ ഇൻ സെർച്ച് ഓഫ് ഗോഡ് എന്നുള്ളതാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നു. कबीरदास जी कहते हैं कि जिस प्रकार एक हिरण कस्तूरी की खुशबू को जंगल में ढूंढता फिरता है, जबकि वह सुगंध उसी की नाभि में विद्यमान होती है. അപ്പോൾ കബീർ പറയുന്നു, കബീർദാസ് പറയുന്നു, എങ്ങനെയാണോ ജിസ് പ്രകാർ एक हिरण, एक हिरण मीनिंग ഒരു മാൻ അല്ലെങ്കിൽ ഒരു ഡിയർ, കസ്തൂരി की खुशबू को, കസ്തൂരി की खुशबू മീനിങ് കസ്തൂരിയുടെ മണം, മണം ഇങ്ങനെ മണം കിട്ടുമ്പോൾ അത് ഇങ്ങനെ കാട് മൊത്തവും വനത്തിൽ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. ജബ്കി വഹ് സുഗന്ധ് ഉസി കി നാഭി മേ വിദ്യമാൻ ഹൈ. അപ്പോൾ ആ മണം എവിടെ നിന്ന് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ ഹിരൺ ഇങ്ങനെ കാട് മൊത്തവും കറങ്ങി നടക്കുക. പക്ഷേ ഈ ഫ്രാഗ്നൻസ് എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ നാഭിയിൽ നിന്നും തന്നെയാണ് വരുന്നത്. പക്ഷെ അത് അറിയുന്നില്ല. പരന്തു വഹ് ഇസ് ബാത് കി ബേഖബർ ഹൈ. ബേഖബർ ഹൈ മീനിങ് അതിന് അറിയില്ല, അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നുള്ള അതിന് അറിയില്ല. അതുപോലെയാണ് ഉസി പ്രകാർ സംസാർ കി കൺ കൺ മേ ഈശ്വർ വിദ്യമാൻ ഹൈ. ഈ ലോകത്തെ ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓരോ ചെറിയ സാധനങ്ങളിൽ പോലും കൺ മീനിങ് ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി സെൽസിൽ അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി പ്ലേസിൽ എന്തുണ്ട്,
ഈശ്വരനുണ്ട്. ഈശ്വർ വിദ്യമാൻ ഹെ. വിദ്യമാൻ മീൻസ് is present. God is present everywhere. That man is not knowing. ആൾക്കാർക്ക് ഇത് അറിയില്ല. മനുഷ്യ ഇസ് ബാത് സെ ബേഖബർ ഹെ. മനുഷ്യന് ഈ കാര്യം അറിയില്ല. ഈശ്വർ കോ ദേവാലയവും ഓർ തീർത്ഥവും ढूंढता है. ഈശ്വരന് വേണ്ടി അവർ എവിടെയൊക്കെ കറങ്ങുന്നു? ദേവാലയം. ദേവാലയം മീനിങ് ചർച്ചിൽ പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു, തീർത്ഥാടനത്തിന് പോകുന്നു. അവിടെ എല്ലാം പോയി ആരെ അന്വേഷിക്കുന്നു? ദൈവത്തിനെ അന്വേഷിക്കുന്നു. ढूंढता मीनिंग सर्च. They are in search of God. तो कबीर जी कहते हैं कि अगर ईश्वर को ढूंढना है तो अपने मन में ढूंढो. അപ്പം എന്താണ് കബീർ ജയ് कहते हैं? എന്ത് പറയുന്നു? ഈശ്വരനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ ഈശ്വരനെ സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സിൽ തന്നെ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ അന്വേഷിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ ആരുണ്ട്? ഈശ്വരന് ഉണ്ട്. സോ ദിസ് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ടു ലൈൻസ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. जब मैं था तब हरी नहीं, अब हरी है मैं नाही. सब अंधियारा मिट्टी गया, दीप देखया माही. ഇവിടെ मैं മീനിങ് അഹം, അഹങ്കാർ, ഈഗോ എന്നുള്ള അർത്ഥമാണ് मैं. ഹരി അതെല്ലാവർക്കും അറിയാം. ഹരി മീൻസ് പരമേശ്വർ, ഈശ്വർ, ദൈവം. അന്ധിയാര അന്ധക്കാർ. ഓക്കെ, जब मैं था. Okay, the first prasang, the same way you write first two sentences as in the previous साखी. അതുപോലെ എഴുതുക. इसमें कबीर जी मन में अहम या अहंकार के मिट जाने के बाद मन में परमेश्वर के वास की बात कहते हैं. ഇതിൽ കബീർദാസ് എന്താ പറയുന്നത്? മനസ്സിലെ ഈഗോ അല്ലെങ്കിൽ മനസ്സിലെ അഹങ്കാരം ഇല്ലാതെ ആകുമ്പോൾ മനസ്സിൽ ഈശ്വരൻ വസിക്കുന്നു. അതാണ് അതിൽ പ്രസംഗിൽ എഴുതാനുള്ളത്. ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നുകൂടെ വ്യാഖ്യാനം എഴുതുന്നത്. കബീർ ജി कहते हैं कि जब इस हृदय में मैं with in inverted comma. मैं, why it is given in the inverted comma? കാരണം there मैं meaning I എന്നുള്ള അർത്ഥം ഈഗോ ആണ്. അർത്ഥാത് मेरा अहंकार था तब इसमें परमेश्वर का वास नहीं था. കബീർദാസ് എന്താ പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ ഈഗോ ഉള്ളപ്പോൾ അല്ലെ ഉണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ എന്ത് ഇല്ലായിരുന്നു? ഈശ്വരന് ഇല്ലായിരുന്നു. ഈഗോ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ വരത്തില്ല, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വസിക്കത്തില്ല. പരന്തു അബ് ഹൃദയ മേ അഹങ്കാർ നഹീ ഹെ. ഇപ്പോഴെന്താണ്? എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം അല്ലെ എൻ്റെ മനസ്സിലിപ്പം എന്തില്ല? മേ ഇല്ല. മേ മീനിങ് ഈഗോ ഇല്ല. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അതിൽ ഈശ്വരൻ വന്നു. പ്രഭു കാ വാസ് ഹെ. ഇസ്മേ പ്രഭു കാ വാസ് ഹെ. അങ്ങനെ ആ സമയത്താണ് ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ വരുന്നത്. ജബ് പരമേശ്വർ നാമക് ദീപക് കെ ദർശൻ ഹുവേ തോ അജ്ഞാൻ രൂപി അഹങ്കാർ കാ വിനാശ് ഹോ ഗയാ. അപ്പോൾ ജബ് പരമേശ്വർ നാമക് ഈശ്വരനാകുന്ന ദീപക്, ദീപക് മീനിങ് ലൈറ്റ്, ദിയ അല്ലെങ്കിൽ വിളക്ക്, അതിന് ദർശനമായപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അജ്ഞാൻ മീനിങ് ഇല്ലിറ്ററേറ്റ്, അന്ധവിശ്വാസം ആകുന്ന അഹങ്കാരം ഇല്ലാതെയായി. ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം ഇല്ലാതെയായി. ആണ് തേർഡ് വൺ. Then next comes fourth one. सुखिया सब संसार है, खाए अरु सोवे, दुखिया दास कबीर है, जागे अरु रोए. Okay, സുഖിയ മീനിങ് സുഖി, സുഖം എന്നുള്ള അർത്ഥം. അരു മീനിങ് അജ്ഞാൻ രൂപി അന്ധകാർ. അജ്ഞാൻ രൂപി അന്ധകാർ മീനിങ് ജ്ഞാനം ഇല്ലാത്ത, അതായത് അന്ധകാരം, അന്ധവിശ്വാസം എന്നുള്ളതാണ് അജ്ഞാനം, ഇല്ലിറ്ററേറ്റ് എന്നുള്ള. സോവേ സോയേ ഹുവേ, ദുഖിയ ദുഃഖി, റോവേ റോ രഹേ എന്നുള്ള. അപ്പോൾ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം വേ പ്രസംഗിൽ എഴുതുക. എന്നിട്ട് इसमें कबीर जी अज्ञान रूपी अंधकार में सोए हुए मनुष्यों को देखकर दुखी है,
और रो रहे हैं. ഇതിലെന്താണ്? അജ്ഞാൻ രൂപി അന്ധകാർ. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്നു. അദ്ദേഹം കരയുകയും ചെയ്യുന്നുണ്ട്. അവർ റോ രഹേ ഹെ. അദ്ദേഹം എന്താണ്? തേങ്ങുകയാണ്. ഈസ് ക്രൈങ് ഓൾസോ. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ एक्सप्लेन ചെയ്തു. कबीर जी कहते हैं कि संसार के लोग अज्ञान रूपी अंधकार में डूबे हुए. ഈ ലോകത്തുള്ള ആൾക്കാർ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്നു. डूबे हुए हैं meaning they are drowned in എന്താണ്? illiteracy. और अपनी मृत्यु आदि से भी अनजान सोए हुए हैं. അത് മാത്രമല്ല അവരുടെ മരണം വരെ മരിക്കുന്ന മരണം വരെ അതിലൂടെ അവരെന്താണ്? അജ്ഞാനമാണ്. അവർക്ക് അറിയില്ല. അതിൽ മുഴുങ്ങിയിരിക്കുന്നു. यह सब देखकर कबीर दुखी है और रो रहे हैं. ഇതെല്ലാം കണ്ടിട്ട് കബീറിന് വളരെയധികം ദുഃഖവും ഉണ്ടായി. അദ്ദേഹം കരയുകയും ചെയ്യുന്നുണ്ട്. वे प्रभु को पाने की आशा में हमेशा चिंता में जागते रहते हैं. പക്ഷേ കബീർദാസ് എങ്ങനെയാണ്? അദ്ദേഹം ഈശ്വരനെ കിട്ടും അല്ലെങ്കിൽ ഈശ്വരൻ്റെ ദർശനം കിട്ടും എന്ന് ആശിച്ച് അദ്ദേഹം ഉറങ്ങാതെ ഉണർന്നിരിക്കുന്നു. പക്ഷെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? അജ്ഞാനത്തിൽ അന്ധകാരത്തിൽ ഇങ്ങനെ മുഴുങ്ങിക്കിടക്കുവാണ്. ലൗകിക ജീവിതത്തിൽ മുഴുങ്ങിക്കിടക്കുന്നു. പക്ഷേ കബീർദാസ് അങ്ങനെയല്ല. ഈശ്വരനെ കിട്ടും എന്ന ചിന്തയിൽ അദ്ദേഹം ഉണർന്നു തന്നെ ഇരിക്കുന്നു.